ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നമ്മൾ ഹോഴ്സ് ഷൂ സ്പ്രെഡ് റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് മാസങ്ങൾക്ക് മുൻപാണ് ലാസ്റ്റായിട്ട് ഈ ഒരു തരത്തിലുള്ള റീഡിംഗ് ചെയ്തിട്ടുള്ളത്. ആകെ 1-2 തവണ നമ്മളിത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോഴാണ് ഇത് വീണ്ടും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് റീഡിങ്ങിൽ ത്രെഡായിട്ട് എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ ആയിരിക്കാം, സിറ്റുവേഷൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ, തേർഡ് പാർട്ടി എനർജീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആ ഒരു ത്രെഡ് എടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് നോക്കുന്നതാണ് സാധാരണയായിട്ട് നമ്മൾ റീഡിങ്ങിനകത്ത് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡിനകത്ത് നമ്മൾ 7 കാർഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാർഡും ഓരോ കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എനർജി, പ്രസൻറ്റ് എനർജി, നിയർ ഫ്യൂച്ചർ, ലോങ് ഫ്യൂച്ചർ, ഇതിനകത്തുള്ള ഒബ്സ്റ്റക്കിൾ, നിങ്ങൾക്കുള്ള അഡ്വൈസ്, അങ്ങനെ നമ്മൾ ഓരോ കാർഡും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ വാട്സപ്പിനകത്ത് മെസ്സേജസ് അയയ്ക്കുക. കോൾസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാവരുടെയും കോൾസ് എടുത്ത് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ കോൾസ് അറ്റൻഡ് ചെയ്യില്ല, മെസ്സേജസ് ആയിട്ട് മാത്രം അയക്കുക. അപ്പോൾ നമ്മളത് കൈയൊഴുന്നതിനനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും മെസ്സേജ് തരുന്നതായിരിക്കും, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഹോഴ്സ് ഷൂ സ്പ്രെഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പാസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരുന്നു. അതുമാത്രമല്ല, വളരെയധികം ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത്രയധികം ഒരു സ്ട്രോങ് ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ അത്രയും ദൃഢമായിട്ടൊരു ഫാമിലി പോലെ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന, രണ്ടുപേരും അന്യോന്യം കൊണ്ടു നടന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇതിനകത്ത് ഒരു ലോങ് ഫ്യൂച്ചറൊക്കെ കണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. മേ ബി നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവുന്നോ ഒന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. അത്രയധികം രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു ഒത്തൊരുമയോടുകൂടി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ചിലരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ഒരു ടൈം പാസ് അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലോട്ടിങ് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ബന്ധമൊന്നുമല്ല. അത്രയും ആലോചിച്ച് ഉറപ്പിച്ച് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന, ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലൊരു ദീർഘവീക്ഷണത്തോടു കൂടി തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി വളരെയധികം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് എന്നുള്ളൊരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കാണിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിനകത്തും പാർട്ട്ണറിന് ഒരു കെയറിങ് കൊടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ചില റിലേഷൻഷിപ്പിലെ നമുക്കത് കാണാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ കുറച്ച് പൊസസീവായിട്ട് നിൽക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചൊരു ശ്രദ്ധ ഉണ്ടാവുന്നത്, വളരെ പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇമോഷണലി ഒരു പേഴ്സൺ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒപ്പം ഉയർന്നില്ല എന്നുണ്ടെങ്കിൽ പോലും വളരെ പ്രൊട്ടക്റ്റീവ് ആൻഡ് കെയറിങ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളോടൊപ്പം ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ് പൊസിഷൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് റിലേഷൻഷിപ്പിനകത്ത് പഴയ ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നോ കോൺടാക്റ്റിലുള്ളവരുടെ ഒരു സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടുതലും റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുടെ, അല്ലെങ്കിൽ അത് ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്ന വ്യക്തികളുടെയൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി റെസനേറ്റ് ആവും എന്ന് പറയാനായിട്ട് സാധിക്കുക. കാരണം പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞ് പോയ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എവിടെയൊക്കെയോ നിങ്ങളോടൊപ്പം ഉണ്ട്, പക്ഷെ നിങ്ങളൊട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരവസ്ഥയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റെബിലിറ്റി ഇതിനകത്ത് ഇല്ല. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു മറ്റൊരു ഫേസ് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇംബാലൻസ്,
പഴയതുപോലെയുള്ളൊരു ശ്രദ്ധ താല്പര്യമൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടില്ല, എന്തൊക്കെയോ ഒരു ചേഞ്ച് വന്നിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മറ്റു പല മേഖലകളിലും ഈ ഒരു പേഴ്സൺ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടാവാം. അവരുടെ കരിയറിലായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിക്കോട്ടെ, വേറെ പല സ്ഥലത്തും ഈ ഒരു പേഴ്സൺ വളരെ ആക്റ്റീവാണ്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒട്ടും ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്നൊരവസ്ഥ. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. നിങ്ങളിപ്പോൾ അവരോട് പറയാണ്, നിങ്ങളെ അവരത്രയും ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നോ കോൺടാക്റ്റിലുള്ളവരുടെ സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ഭയങ്കര വർക്ക് ഹോളിക്കായിട്ട് പെരുമാറുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അവരുടെ കരിയറിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് അവർ വർക്ക് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പഴയ കെയറിങ് പരിഗണന എല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ഇപ്പോൾ എന്നോടുള്ള എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള പല ചിന്തകൾ നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡാണോ അല്ലെങ്കിൽ ചിലപ്പോൾ വൈഫായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ. അപ്പോൾ പഴയ ഒരു സ്നേഹം നിങ്ങളോടും അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരോട് കാണിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത്രയും ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോൾ ഇവർ ഏറ്റെടുക്കുന്നുണ്ടാവില്ല. എന്തൊക്കെയോ ഒരു ഡീവിയേഷൻ അവർക്ക് വന്നതുപോലെയുള്ള ഒരു ഫീലിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ഫാമിലിയോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പം നിലവിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ബാലൻസ് നഷ്ടപ്പെട്ടതുകൊണ്ട് തീർച്ചയായിട്ടും വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലും ആയിരിക്കും. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു ഇമോഷൻസ് ശരിക്കും മനസ്സിലാക്കുന്നില്ലേ എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോയേക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രസൻറ്റ് ഇഷ്യൂ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി നമ്മൾ തേർഡ് കാർഡ്, അതായത് ആ ഒരു നിയറസ്റ്റ് ഔട്ട്കം അല്ലെങ്കിൽ നിയറസ്റ്റ് ഫ്യൂച്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസ് ഓഫ് വാൺസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. അതായത് കുറച്ചും കൂടി ഒരു വ്യക്തത വരും. അല്ല റിലേഷൻഷിപ്പ് ഒന്ന് തണുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള കുറച്ചും കൂടി ഒരു ന്യൂ ബിഗിനിങ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് പാർട്ട്ണറെ കുറച്ചും കൂടി നിങ്ങളുമായിട്ട് അടുക്കുന്ന ഒരു സാഹചര്യം വരും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രസൻറ്റ് സിറ്റുവേഷനകത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് അത്രയും ബാലൻസിലല്ല പോകുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, വേണ്ടുന്ന ഒരു ക്വാളിറ്റി ടൈം തരുന്നില്ല, അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെല്ലാം ഒരുപാട് മാറ്റം സംഭവിക്കുന്നുള്ളതാണ്. ആ ഒരു പേഴ്സൺ കുറച്ചുകൂടി നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങളൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് സംസാരിച്ചെന്ന് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് നിയറസ്റ്റ് ഔട്ട്കമ്മിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സെക്ഷൽ ഇൻറ്റിമസിക്കെല്ലാം വളരെയധികം സാധ്യതയേറിയ ഒരു സമയം കൂടിയാണ് നമ്മൾ നിയറസ്റ്റ് ഫ്യൂച്ചർ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് നിങ്ങളോടൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടായതായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ അഡ്വൈസ് എനർജി ആയിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും ഒരു വിക്ടിം മെൻറ്റാലിറ്റി ഉള്ളതായിട്ട് കാണുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളൊരു വിക്ടിമാണ്, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു നിരാശാബോധം നിങ്ങളെ വേട്ടയാടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ എന്തിലൊക്കെയോ പെട്ടിരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കിടക്കാനായിട്ട് കഴിയുന്നില്ല. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് മാനസികമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിരാശയിലേക്ക് പോകുന്നൊരവസ്ഥ. എപ്പോഴും റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ആദ്യ പിടിക്കുക, ഒരാവശ്യവുമില്ലാതെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പക്ഷെ അതിന് നിങ്ങൾ തന്നെ വിചാരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിവേഴ്സിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഓക്കെ ആക്കി ഇരുത്താനായിട്ട് കഴിയും. ചില സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നതിൻ്റെ റീസൺസ് എന്താണ്, അല്ലെങ്കിൽ അത് വെറുതെ വരുന്നാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഓവർ എക്സ്പെക്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷെ പലരെയും വേട്ടയാടുന്ന ഒരു പ്രശ്നം, എപ്പോഴും ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ആദ്യം പിടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ മെനഞ്ഞെടുക്കുക. ഇപ്പോൾ പാർട്ട്ണറുമായിട്ട് ലെസ് കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ തന്നെ കുറച്ച് ഊഹിച്ചെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളായിട്ട് സ്വയം ട്രാപ്പായ പോലത്തെ ഒരു അവസ്ഥയാണ്. ആക്ച്വലി അതിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം എന്നുള്ളതാണ്.
മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മെൻ്റൽ ഫ്രീഡം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിൽ തന്നെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഒരു താക്കോൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കൈകളിലുണ്ട്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അനാവശ്യമായിട്ടുള്ള ആങ്സൈറ്റി, ടെൻഷൻ, പ്രഷറൊക്കെ കൊണ്ടാണ് നമ്മളത് നമ്മളിലേക്ക് വിഷമം ക്ഷണിച്ചു വരുത്തുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലിരിക്കാതെ നമ്മൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മൾക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്താനും ഒക്കെ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എൻവയോൺമെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതലും ഇതിനകത്ത് തന്നെ ഒരു ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചെയ്യേണ്ടുന്ന പല കാര്യങ്ങൾക്കോ ഒരു ശ്രദ്ധ കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടാവാം. അതായത് നമ്മളുടെ ഒരു ശ്രദ്ധ കൂടുതലായിട്ട് ഒരു കാര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ മറ്റു മേഖലകളും കൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. അതായത് നമ്മൾ ഏത് റിലേഷൻഷിപ്പിനകത്ത് പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി വേറെയും പല വ്യക്തികളുണ്ട്. ഓരോരുത്തരും ആരുടെയെങ്കിലും മകനായിരിക്കാം, മകളായിരിക്കാം, അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ സുഹൃത്തോ, ഇങ്ങനെ വേറെയും ഒരുപാട് റോള് നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ പ്രതീക്ഷിക്കുന്ന വേറെ പല വ്യക്തികളും നമ്മുടെ ലൈഫിനകത്തുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അറിയാതെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു വിഷമം കണ്ടു നിൽക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, വീട്ടുകാരായിരിക്കാം, വളരെയധികം നിങ്ങൾ നിരാശരായിട്ടിരിക്കുന്നു. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു മാറ്റം വരാനായിട്ട് കാത്തിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിനകത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ വ്യക്തികളുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ അച്ഛനമ്മമാർ തമ്മിൽ വഴക്ക് ബഹളങ്ങളൊക്കെയാണ്, ആ ഒരു തരത്തിലാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനിടയിൽ പെട്ട് സഫർ ചെയ്യുന്നത് അവരുടെ മക്കളായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ അച്ഛനായിരിക്കാം ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്കായിരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പാർട്ട്ണറും ഇത് ഓർത്ത് വിഷമിക്കുന്നൊരവസ്ഥ, കുട്ടികളെ കെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും വഴക്ക്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ കുട്ടികളെയും അത് എത്രത്തോളം മെൻ്റലി ടോർച്ചർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ പഴയ ഒരു അന്തരീക്ഷം, പണ്ട് ചിലപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി പോയിരുന്നൊരു ഫാമിലി ആയിരിക്കാം. അപ്പോൾ അതെല്ലാം കിട്ടാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് ഓരോ നിമിഷവും, അല്ലെങ്കിൽ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ച് ഇരിക്കുന്ന മറ്റു വ്യക്തികളും നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മക്കളാവണമെന്നില്ല, ചിലവർക്ക് അവരുടെ ഫാമിലി ആയിരിക്കാം. അതായത് നിങ്ങളുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല മാറ്റം ഉണ്ടാവാൻ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ സന്തോഷത്തോടെ ആവാനായിട്ട് കാത്തിരിക്കുന്ന ആരൊക്കെയോ നിങ്ങളുടെ ലൈഫിനകത്തുണ്ടെന്നുള്ളതാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മേഖല കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിനകത്ത് മാത്രം ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മളുടെ ഒരു ഫുൾ എനർജിയും അതിനകത്തേക്ക് കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന വേറെ പല വ്യക്തികളും നമ്മുടെ ലൈഫിലുണ്ടാവാം. അപ്പോൾ അവരെയും കൂടി നമ്മൾ നിരാശപ്പെടുത്തരുത് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി, നിങ്ങളുടെ ഒരു ഒബ്സ്റ്റക്കിൾസ് എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കാൻ നേരത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയും കൂടി ഇരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, ഇതുവരെ അനുഭവിക്കാത്ത വേദനകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. ഈ ഒരു ടൈം പീരീഡിനകത്ത് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നാളെ ഒരു ഫ്യൂച്ചറിലേക്ക് കടക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം മറന്നു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റിൽ നിന്ന് നമ്മൾ ഒരു ലെസൺസ് ലേൺ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോകരുത്. അപ്പോൾ ചിലർക്കുള്ളൊരു കാര്യമാണ്, നമ്മൾ ഒരു പ്രാവശ്യം ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കില്ല, വീണ്ടും അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എന്ത് തെറ്റാണോ പറ്റുന്നത് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വീണ്ടും സെയിം പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളായിരിക്കാം. അതായത് നമ്മളെ കൂടെ നിന്ന് ചതിക്കുന്ന തരത്തിൽ. അപ്പോൾ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നമുക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് കഴിയണമെന്നില്ല, അല്ലെങ്കിൽ അവരൊക്കെ ആയിരിക്കും ഒരു തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനകത്താണെന്നുണ്ടെങ്കിലും കൂടുതൽ വിഷം കുത്തിവെക്കുന്ന തരത്തിലുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബന്ധത്തിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആരാണ് നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് നമ്മളുടെ ഒപ്പം നിൽക്കുന്നത്, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഓവർ പൊസസീവ് ആകുന്നൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്ണറെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി പെടാപ്പാട് പെടുന്നൊരവസ്ഥ. ആദ്യമൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനിഷ്യലി ഒന്നും ഉണ്ടാവില്ല, ആദ്യമൊക്കെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകും. പക്ഷേ പതിയെ പതിയെ നമ്മളുടെ പാർട്ട്ണറോടുള്ളൊരു സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് അവരെ നമ്മളുടെ അടുത്ത് തന്നെ പിടിച്ചു നിർത്താൻ കാണിക്കുന്ന ഒരു പ്രവണത. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചാടി പുറത്തേക്ക് പോകാനാണ് നോക്കുക. അപ്പം നമ്മൾ നമ്മളുടെ കൈകൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു ജീവനുള്ള വസ്തു വെച്ച് അടച്ചു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൈ തുറക്കുന്ന സമയത്ത് തന്നെ ഉടനെ തന്നെ അത് പറന്നു പോകും.
അല്ലെങ്കിൽ ഉടനെ ചാടിപ്പോവാനുള്ള പ്രവണത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളുടെ അടുത്താണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിൻ്റെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ റിലേഷൻഷിപ്പൊക്കെ ഒന്ന് പാച്ചപ്പായി വീണ്ടും രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ പഴയൊരു സ്വഭാവം തലപൊക്കി വരും. കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥ, ഓവറായിട്ട് പൊസസീവ് ആകുന്ന അവസ്ഥ. അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കൊരു ലെസൺ പഠിച്ചിട്ടുണ്ടാവണം. നമ്മൾ വീണ്ടും നമുക്ക് പറ്റിയ ഫ്ലോസ് എന്താണോ അത് നമ്മൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ആൾക്കാരെയെല്ലാം മനസ്സിലാക്കി തന്നെ ഓരോ വ്യക്തിയും എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തവരും അല്ലെങ്കിൽ നമ്മളെ എതിർത്തവരും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിന്ന് നമ്മളെ ചതിച്ചിട്ടുള്ള വ്യക്തികളും അപ്പോൾ ആരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെക്കുറിച്ച് നല്ലൊരു ധാരണ തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവണം. എങ്കിലേ ആ ഒരു റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും ഈ പറഞ്ഞ തടസ്സങ്ങളൊക്കെ വീണ്ടും ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിൽ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ കാർഡ്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം നമ്മൾ നോക്കുമ്പോൾ, ഇതിൻ്റെ ഒരു ലോങ് ഫ്യൂച്ചർ നമ്മൾ നോക്കുമ്പോൾ 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഒരു ഭാവിയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുമായിട്ട് ഒരു സ്വരച്ചേർച്ചയോടുകൂടി തന്നെ പോകുന്ന, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നാണ് നമുക്കിതിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്കം ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിന് സപ്പോർട്ടീവായിട്ട് നമ്മൾ 3 ഒറാക്കിൾ എനർജീസ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷന് വളരെയധികം ഒരു റോൾ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സ് തന്നെ നമുക്ക് പറഞ്ഞു തരിക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചില കാര്യങ്ങൾ ഫീൽ ചെയ്യും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയും, നമ്മളുടെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ് വിട്ടുകളയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സത്യമായിട്ട് വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അത് മാത്രമല്ല കുറച്ചും കൂടി നിങ്ങളാണെന്നുണ്ടെങ്കിലും സ്പിരിച്വലിയൊക്കെ കണക്റ്റായിട്ട് നിൽക്കണം. നമ്മൾ ആ ഒരു സ്പിരിച്വലി കണക്ഷനും കൂടി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ വർക്കാവുന്നതും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മളുടെ കൺമുൻപിൽ വെളിവാകുന്നതൊക്കെ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് ഉള്ളപ്പോഴും മാത്രമാണ്. മാത്രമല്ല നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്യാനും ഒക്കെ അത് നമ്മളെ സഹായിക്കും. അപ്പോൾ അത് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സ് വളരെ വ്രണപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഹീലാവും. നമുക്ക് നേരത്തെ സ്പ്രെഡിനകത്തും നമുക്കത് കാണാൻ കഴിഞ്ഞൊരു കാര്യമാണ്. പല കാര്യങ്ങളും ചിന്തിച്ച് തലപുണ്ണാക്കിയിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരുപാട് മുറിവുകളുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തന്നെ ഉണക്കാനായിട്ട്, അല്ലെങ്കിൽ സമാധാനപ്പെടാൻ, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ഒന്ന് പരുവപ്പെടാനായിട്ട് നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യേണ്ടെന്ന ഒരു ആവശ്യകതയുണ്ട്. അത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് ബിയോണ്ട് ഇല്യൂഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇല്യൂഷനകത്ത് പെട്ട ഒരവസ്ഥ പോലെ നിങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് കഴിയുന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ട്രൂത്തിലേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മളൊരു പുകമറയ്ക്കകത്താണ്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സൺ ആയിക്കോട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പിന് ആയിക്കോട്ടെ, അതിൽ നിന്നെല്ലാം നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കഴിയുന്നുള്ളതാണ്. നമ്മളുടെ ഒരു മോശ സമയം അല്ലെങ്കിൽ പേഴ്സൻ്റെ ഒരു മോശ സമയം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങൾ അടിപിടിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു റീസൺ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സത്യം തെളിയും, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണോ ആ ഒരു ന്യായം ഉള്ളത് തീർച്ചയായിട്ടും ആ ഒരു ന്യായം നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തരും എന്നുകൂടി കാണിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. കാരണം പാസ്റ്റ് പ്രസൻറ്റ് ഉൾപ്പെടെ പല കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഇത് കൂടുതലായിട്ടും ഒരു ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലൊക്കെ പോകുന്ന ആൾക്കാരുടെ സ്പ്രെഡാണ്. ഒരിക്കലും നോ കോണ്ടാക്റ്റ് ആയിട്ട് ഒരുപാട് നാളുകളായിട്ട് നിൽക്കുന്നവരുടെ ഒരു എനർജി ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് പിന്നെ ഓരോ കാര്യങ്ങളും കൂടി കണക്ട് ചെയ്ത് നിങ്ങളുടേതാണോ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടേതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.